ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ വിഷയം മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 32-ാം വാക്യത്തിന്റെ അർത്ഥം എന്താണ് എന്നുള്ളതാണ്. ആ വാക്യം വായിക്കാം. ആരെങ്കിലും മനുഷ്യപുത്രന് നേരെ ഒരു വാക്ക് പറഞ്ഞാൽ അത് അവനോട് ക്ഷമിക്കും. പരിശുദ്ധാത്മാവിന് നേരെ പറഞ്ഞാലോ ഈ ലോകത്തിലും വരുവാനുള്ളതിലും അവനോട് ക്ഷമിക്കുകയില്ല. ഇതിന്റെ അർത്ഥം നമുക്ക് വിശദീകരിക്കുന്നതാണ് താഴെ എഴുതിയിരിക്കുന്നത്. മനുഷ്യപുത്രൻ എന്ന് ഇവിടെ പറയുന്നതിൽ നിന്നും യേശുക്രിസ്തു മനുഷ്യ ശരീരത്തിലായിരുന്നപ്പോൾ യേശുവിനെ അന്യായമായി കുറ്റപ്പെടുത്തിയാലും ദൈവം ക്ഷമിക്കുമായിരുന്നു എന്നാണ് അർത്ഥമാക്കുന്നത്. എന്നാൽ യേശുവിന്റെ ആത്മാവായ പരിശുദ്ധാത്മാവിനെ പിശാചിന്റെ ആത്മാവാണ് എന്ന് വ്യാജം പറഞ്ഞത് ഈ ലോകത്തിലും പരലോകത്തിലും ക്ഷമിക്കപ്പെടുകയില്ല എന്നാണ് യേശു പറഞ്ഞത്. യേശു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം മാംസശരീരം ഇല്ലാത്തതിനാൽ അവിടത്തേക്ക് എതിരായി പറയുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന ഒരു പാപവും ക്ഷമിക്കപ്പെടുകയില്ല. യേശു ഒരു പ്രവാചകൻ മാത്രമാണ്. ദൈവമല്ല എന്ന് പറയുന്നത് ശിക്ഷാർഹമായ കുറ്റമാണ് എന്നാണ് ഇതിൽ നിന്നും നമുക്ക് പഠിക്കാൻ സാധിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവുള്ളവരെ പിശാച് എന്ന് വിളിക്കുന്നത് പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപം തന്നെയാണ്. പിന്നെ ഇതില് വരുവാനുള്ള ലോകത്തില് ക്ഷമിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നരകത്തിൽ തന്നെ പല ലെവലുണ്ട്. അധമ പാതാളമുണ്ട്, അതിന്റെ മേലെയുള്ള പല പാതാളങ്ങളുണ്ട്. അപ്പോൾ ഈ നരകത്തിൽ പോകുമ്പോൾ ശിക്ഷയും കഠിനമായിട്ട് കിട്ടും എന്നാണ് അതിന് പറഞ്ഞതിന്റെ അർത്ഥം. സ്വർഗം ലഭിക്കാൻ അർഹതയുള്ള ഒരു മനുഷ്യനാണ് ഇങ്ങനെ പറഞ്ഞതെങ്കിൽ അല്ലെങ്കിൽ ചെയ്തതെങ്കിൽ അവർക്ക് ഈ ലോകത്തിൽ തന്നെ അതിന് തക്കതായ ശിക്ഷ കിട്ടുകയും പരലോകത്തിൽ അവരുടെ പ്രതിഫലം കുറഞ്ഞിരിക്കുകയും ചെയ്യും.